അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമദാൻ സൗഭാഗ്യമാണ്. നാം ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ട് ഭാഗ്യം? നാം എന്താണ്? അതിന് മാത്രമുള്ള നമുക്കുള്ള മെച്ചം എന്താണ്? നമ്മൾ നോമ്പുകാരാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കുള്ള ഭാഗ്യം. കാരണം അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയിൽ ഇനി ഒരു മറയുമില്ല. ഈ 30 ദിനങ്ങൾ, വരാൻ പോകുന്ന റമദാനിന്റെ മുഴുവൻ ദിനങ്ങളും നമ്മളും അള്ളാഹുവും തമ്മിൽ തുറന്നിട്ട സമയമാണ്. തുറന്നിട്ട വാതിൽ, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു, സ്വർഗവാതിലുകൾ തുറക്കപ്പെട്ടു, റഹ്മത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു, നരകം അടക്കപ്പെട്ടു. ഇങ്ങനെ എല്ലാം കൊണ്ടും അള്ളാഹുവും നമ്മളും തമ്മിൽ ഒരു മറയുമില്ലാതെ നമ്മുടെ എല്ലാം കേൾക്കുവാൻ, എല്ലാം അറിയുവാൻ, നമുക്കെന്തും തരുവാൻ, നമ്മുടെ വിളികൾക്ക് ഉത്തരം തരാൻ, നമ്മൾ ചോദിക്കുന്നതെന്തും തരാൻ അള്ളാഹു തയ്യാറായി നിൽക്കുകയാണ്. ആ രൂപത്തിൽ എപ്പോഴും ഖുർആൻ പറഞ്ഞതുപോലെ, അള്ളാഹു പറഞ്ഞതുപോലെ ഫഇന്നി ഖരീബുൻ, അള്ളാഹു അടുത്തവനാണ്. ഈ റമദാനാകുമ്പോൾ ഒന്നുകൂടി അള്ളാഹു അവന്റെ അടിമകളോട് ഇഷ്ടം കാണിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ സ്വർഗം തുറന്നു തരുന്നത്. അതുകൊണ്ടാണല്ലോ ആകാശവാതിലുകൾ മുഴുവൻ സമയം തുറന്നിടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാൻ, നമ്മുടെ വിളികൾ സ്വീകരിക്കപ്പെടാൻ, നമ്മുടെ വിളികൾക്ക് ഉത്തരം തരാൻ അള്ളാഹു എപ്പോഴും തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 3 ആളുകളുടെ പ്രാർത്ഥനകൾക്കും അള്ളാഹുവിനുമിടയിൽ ഒരു മറയുമില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രാർത്ഥനകൾ നിരാകരിക്കപ്പെടുകയില്ല. അതിനാൽ രാവിലെ അത്താഴം കഴിച്ചത് മുതൽ നോമ്പ് തുറക്കുന്നത് വരെ നമുക്ക് എന്തും ചോദിക്കാം, എന്തും പറയാം, എന്തും പ്രാർത്ഥിക്കാം, എന്തും ചോദിക്കാം നമ്മുടെ റബ്ബിനോട്. കാരണം അവൻ എന്തും ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം തരാൻ കാത്തിരിക്കുകയാണ്. നമ്മൾ നോമ്പുകാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതിനാൽ നാം സൗഭാഗ്യവാന്മാരാണ്. നോമ്പുകാരാണ് എന്നുള്ള ഭാഗ്യം ചെയ്ത നമ്മൾ എന്ത് ചോദിച്ചാലും ഉത്തരം തരാൻ അള്ളാഹു തയ്യാറായി നിൽക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനകൾക്ക് വേണ്ടി തയ്യാറാവുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും വലിയ മുഖ്യമായ പ്രാർത്ഥന ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും ഒഴിവാക്കിയിട്ടില്ലാത്ത പ്രാർത്ഥന, റബ്ബന അത്തിന ഫിദ്ദുന്യ ഹസന. ദുന്യാവിൽ തരണം, എന്ത്? നന്മ തരണം. കടം, പ്രാരാബ്ദം, ദാരിദ്ര്യം, കഷ്ടപ്പാട്, അസുഖം, രോഗങ്ങൾ, ഇങ്ങനെ എന്തൊക്കെ ദുന്യാവിലുണ്ടോ, ഫിദ്ദുന്യ ഹസന, എല്ലാ വിഷയത്തിലും എനിക്ക് പോരായ്മകൾ പരിഹരിക്കണം, എല്ലാ വിഷയത്തിലും എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, എല്ലാ വിഷയത്തിലും എനിക്ക് നന്മ തരണം. വഫിൽ ആഖിറതി ഹസനതൻ, അതേപോലെ പരലോകത്തും എനിക്ക് നീ നന്മ നൽകണം. വ ഖിന അദാബന്നാർ, എന്നെ നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥന. ഇങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആവശ്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് പറയുവാനുണ്ട്. ഇത് പറയുവാനുള്ള സമയമാണ് അത്താഴം മുതൽ നോമ്പ് തുറക്കുന്നത് വരെയുള്ള സമയം. ഈ സമയം നമുക്ക് എല്ലാം അള്ളാഹുവെ മടിയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണേ, ഭീരുത്വത്തും എന്നെ രക്ഷപ്പെടുത്തണേ, ഇങ്ങനെ എല്ലാം പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.